ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് പവിത്രം സീസൺ 2 വിക്രത്തിൻ്റെയും വേദയുടെയും നല്ലൊരു കഥ കേൾക്കാം. അങ്ങനെ വിക്രം ജയിലിലാണ്. ജയിലിൽ വിക്രത്തിനെ കാണാൻ വരുന്ന എല്ലാവരോടും, ശ്രീനിസാറിനോടും ജോസഫേട്ടനോടും എല്ലാം വേദയുടെ കാര്യത്തെക്കുറിച്ചാണ് വിക്രം ചോദിക്കുന്നത്. കമലമ്മയും മാഷും വരുന്ന സമയത്തും വേദ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്, ഒരു പ്രശ്നവും ഇല്ല, ശ്രീകാന്തിനെ പേടിച്ചാണ് വേദ പുറത്തോട്ട് വരാത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിക്രത്തിനെ ആശ്വസിപ്പിക്കുകയാണെങ്കിൽ വിക്രത്തിനൊന്നും അത്ര വിശ്വസനീയമല്ല. അതിനുശേഷം 6 വർഷത്തിന് ശേഷം വിക്രം ജയിൽ മോചിതനാവുകയാണ്. ആ സമയത്ത് വിക്രം പ്രതീക്ഷിക്കുന്നുണ്ട് വേദ റിലീസിങ് ഡേറ്റിലെങ്കിലും തന്നെ കാണാൻ വരുമെന്ന്. പക്ഷേ വിക്രത്തിനെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് വരുന്നത് വിക്രത്തിൻ്റെ ചേട്ടൻ വിശ്വവും ഭാര്യയും കൂടിയാണ് വരുന്നത്. പക്ഷേ ആ സമയത്തും വേദയെ കാണത്തില്ല. വിശ്വത്തിനോട് ചോദിക്കും, എന്താ വിശ്വേട്ട വേദ എന്താ വരാൻ ഞാൻ നോക്കും, ഞാൻ ഇത്രയും നാളും 6 വർഷം വരെ ഞാൻ ഇതിനകത്ത് കിടന്നെങ്കിലും ഞാൻ വേദയെ ഒരു ദിവസം പോലും ആലോചിക്കാത്ത ദിവസങ്ങളില്ല, അവൾ ഇന്നെങ്കിലും എന്നെ കാണാൻ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചെന്ന് പറയും. ആ സമയത്താണ് വിശ്വത്തിൻ്റെ ഭാര്യയിൽ നിന്നും കരയുകയാണ്. എന്താ ശ്രീജേട്ടൻ എന്തിനാ കരയുന്നതെന്ന് ചോദിക്കും. അത് വിക്രം, നീ ഞങ്ങളോട് ക്ഷമിക്കണം, വേദ എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലെന്ന് പറയും. അറിയത്തില്ലേ? അപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞതോ അവർക്ക് വേദയെക്കുറിച്ച് അറിയാം, ശ്രീകാന്തിന് ശല്യം ഉള്ളതാണ് അവൾ ഇങ്ങോട്ട് വരാത്തതെന്ന്. അത് മോനെ എന്ന് പറഞ്ഞ് വിക്രത്തിനെ ആശ്വസിപ്പിക്കുകയാണ്. എന്താ വിശ്വട്ട കാര്യം പറ. അത് അന്നത്തെ സംഭവത്തിന് ശേഷം അന്ന് അനിയൻകുട്ടനെ ചന്ദ്രശേഖരൻ വധിച്ചതിന് ശേഷം ആ സമയത്ത് മലമുകളിൽ വെച്ചുണ്ടായ പ്രശ്നങ്ങളും ആ സമയത്ത് വേദ അവിടെ തലകറങ്ങി വീണായിരുന്നു. അതിനുശേഷം വേദയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത് മേരി ചേച്ചിയാണ്. അതിനുശേഷം അനിയൻകുട്ടൻ്റെ ബോഡി കൊണ്ടുപോകുന്ന സംബന്ധിച്ച് നാട്ടിലോട്ടുള്ള കാര്യം സംസാരിക്കുന്ന സമയത്ത് വേദ അവിടെ നിന്ന് പോയതാണ്. പിന്നെ വേദയെക്കുറിച്ച് ആർക്കും ഒരു വിവരമില്ലെന്ന് പറയും. ഈ ഒരുപക്ഷെ വേദയുടെ വീട്ടിലോട്ട് അങ്ങനെ പോയി കാണും. ഇല്ല, ഞങ്ങൾ ഒരുപാട് തവണ അവിടെ അന്വേഷിച്ചാണ്, അവിടെ ചെന്നിട്ടില്ലെന്ന് തന്നെയാണ് വേദയുടെ അച്ഛനും ഞങ്ങളോട് പറഞ്ഞതെന്ന് പറയും. അപ്പോൾ വിക്രം പറയും, എനിക്ക് സംശയം ശ്രീകാന്തിനാണ്, അവൻ എന്തെങ്കിലും വേദയെ അപകടപ്പെടുത്തി കാണുമോ, സ്വത്തിനും പണത്തിനും വേണ്ടി എന്തും ചെയ്യാൻ അവൻ തയ്യാറാവുന്നതിനാന്ന് പറയും. അത് ഞങ്ങൾക്കൊരു പേടിയുണ്ട്. പക്ഷേ വേദയുടെ അച്ഛൻ പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്നാണ് പറയുന്നതെന്ന് പറയും. ഇപ്പോൾ കമ്പനിയും സ്വത്തുക്കളും എല്ലാം കൈകാര്യം ചെയ്യുന്നത് ആ ശ്രീകാന്ത് അല്ലയോ, ആ വേദയുടെ അച്ഛന് പോലും അവിടെ യാതൊരു വിലയില്ലെന്ന് പറയും. ഇപ്പോൾ ദർശനെ കൂടി അവൻ്റെ ഭാഗം ചേർത്തേക്കും. മുമ്പ് ദർശനെ നമ്മൾ കാര്യങ്ങൾ ചെന്ന് സംസാരിക്കുക, അച്ഛൻ നിൻ്റെ കേസ് സംബന്ധം നമ്മൾ ഒരുപാട് തവണ ദർശനെ കാണാൻ ശ്രമിച്ചത്, പക്ഷേ ദർശൻ നമ്മളോട് സംസാരിക്കാൻ പോലും തയ്യാറായില്ല. എന്തൊക്കെയോ നുണക്കഥകൾ പറഞ്ഞ് ശ്രീകാന്ത് ദർശനെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുമായിരുന്നു പറയും. വേദ ഉണ്ടായിരുന്നു ഒരുപക്ഷെ എന്തെങ്കിലും പറഞ്ഞ് സംസാരിക്കാമെന്ന് പറയും. ഇപ്പോൾ വേദയെ പോലും എവിടെ ഞങ്ങൾക്ക് അറിയത്തില്ല. ആ സമയത്ത് വിക്രത്തിന് നല്ല ടെൻഷൻ. എന്നാൽ അവൾ എവിടെ പോയി, 6 വർഷത്തിനിടയ്ക്ക് അവളെക്കുറിച്ച് വിവരമില്ലെന്ന് പറയുമ്പോൾ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ഞങ്ങൾക്ക് അറിയാവുന്നിടത്തെല്ലാം ഞങ്ങൾ തിരക്കി, വേദയുടെ സുഹൃത്തുക്കളടുത്തും അവരുടെ ബന്ധുവീടുകളും എല്ലാം തിരക്കി. പക്ഷേ ഒരുപക്ഷെ ശ്രീകാന്ത് അവളെ അന്വേഷിച്ച് അവിടേക്ക് എത്തുമെന്ന് അവൾ മുൻകൂട്ടി മനസ്സിലാക്കിയായിരിക്കും എവിടെയെങ്കിലും മാറി നിൽക്കുന്നത്. ശ്രീജ പറയാം, അവൾ നല്ല ബുദ്ധിയുള്ള കുട്ടിയല്ലേ, ഒരു അപകടത്തിൽ അവൾ ചെന്ന് ചാടി കാണത്തില്ല, അവൾ എവിടെയെങ്കിലും സുഖമായിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കും, നീ റിലീസായെന്ന് അറിയുമ്പോൾ അവൾ തിരിച്ചു വരുമെന്നൊക്കെ പറയും. അപ്പോഴും വിക്രത്തിന് ഒരു സമാധാനവും ഇല്ല. വിക്രം പറയും, വിശ്വേട്ടൻ ബൈക്കിൻ്റെ ചാവി ഇങ്ങ് തരാൻ പറയും. എവിടെ പോകാനാ, എനിക്കൊരാളെ കാണണം, ഞാൻ ശ്രീകാന്തിനെ കാണാൻ പോകണം. അതെ, എനിക്ക് അവനോട് നേരിട്ട് ചോദിക്കണം, അവൻ എന്താണ് എൻ്റെ വേദ ചെയ്തതെന്നുള്ളത്. വേണ്ട, നീ ഇപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങിയുള്ളൂ, ഇനിയും വലിയ കേസും പ്രശ്നങ്ങളും ഒക്കെ ആവണ്ട വിക്രം എന്ന് പറയും. ഇല്ല, എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ വിശ്വേട്ട, താക്കോല് തരാൻ പറയും. അങ്ങനെ വിശ്വത്തിൻ്റെ കയ്യിൽ നിന്ന് താക്കോല് മേടിച്ചുകൊണ്ട് വിക്രം നേരെ പോകുന്നത് വേദയുടെ വീട്ടിലോട്ടാണ്. അവിടെ ചെല്ലുമ്പോൾ കോളിമല അടിക്കുമ്പോൾ ശ്രീകാന്ത് തന്നെയാണ് വന്ന് വാതിൽ തുറക്കുന്നത്. എന്താടാ, നീ ജയിലിൽ നിന്ന് ഇറങ്ങിയോ, ജയിൽ പുള്ളികൾക്ക് വരേണ്ട വീടല്ലേ ഇത്. അതേടാ, ഞാൻ ജയിലിലായിരുന്നു, നീയാണ് ആ കൊലപാതകത്തിന് ജയിലിൽ പോകുന്നെങ്കിൽ നീയും ജയിൽ പുള്ളിയായെന്ന് പറയും. ഞാനിപ്പോൾ നിന്നോട് തർക്കത്തിന് വന്നതല്ല, എവിടെ എൻ്റെ വേദയെന്ന് ചോദിക്കും. വേദയോ, അപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയാം, നിൻ്റെ കൂടെ താമസിക്കുന്ന നിൻ്റെ ഭാര്യ എവിടെ പോയെന്ന് നീ എന്നോടും ചോദിക്കുന്നു. അന്ന് നടന്ന സംഭവങ്ങളൊക്കെ നിനക്കറിയാമല്ലോ, അവിടെ വെച്ചാണ് വേദ മിസ്സിങ് ആയത്, നീ അവളെ എന്തോ അപകടപ്പെടുത്തുന്നു, സത്യം പറയടാ, എൻ്റെ വേദ എവിടെ, എൻ്റെ ഭാര്യ എവിടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ശ്രീകാന്തിൻ്റെ കുത്തിന് കയറി പിടിക്കുകയാണ്. ആ സമയത്ത് തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് കാണുന്നത് വേദയുടെ അമ്മയുടെ മാലയിട്ടൊരു ചിത്രമാണ്. പെട്ടെന്ന് ആ ഷർട്ടിൽ നിന്ന് കയ്യങ്ങ് വിടും. ഉടനെ ചോദിക്കും, അപ്പോഴത്തേക്കാണ് വേദയുടെ അച്ഛൻ അങ്ങോട്ട് വരുന്നത്, ശങ്കരനാരായണൻ. ഉടനെ ചോദിക്കും, വിക്രം നീ എപ്പോഴാണ് ഇറങ്ങിയെന്ന് ചോദിക്കും. ഇന്ന് രാവിലെയാണെന്ന് പറയും. അച്ഛാ, വേദയെക്കുറിച്ച് ഒരു വിവരമില്ല. അതേപോലെ ഞങ്ങളും വേദയെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് സംശയം ഇവനെയാണ് അച്ഛാ, ഇവനാണ് സ്വത്തിനും പണത്തിനും വേണ്ടി വേദയെ എന്നെയും എല്ലാ ട്രാപ്പിലും ചെന്ന് പെടുത്തിയത്. ഇവൻ എന്തെങ്കിലും വേദ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല സംശയം ഉണ്ടെന്ന് പറയും. ആ സംശയം എനിക്കും ഉണ്ട്. പക്ഷേ ഇവൻ കമ്പനിയുടെ ഷെയർ ഇവൻ എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞാൽ ബലകാലമായിട്ട് വേദയെ കൊണ്ട് മുദ്രപത്രത്തിൽ ഒപ്പിടിപ്പിക്കുന്ന സമയത്താണ് അന്ന് എൻ്റെ അനിയൻകുട്ടന് വെടിയേറ്റെന്നൊക്കെ പറയും. അതേടാ, ഞാൻ അവളെ തിരക്കി നടക്കും, അവളെ എൻ്റെ കൺമുമ്പിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടെങ്കിൽ ഞാൻ അവളെ കൊന്നേനെന്ന് പറയും. ആ സമയത്ത് ശ്രീകാന്ത് എന്ന് പറഞ്ഞ് ജഡ്ജി സാർ ഷൗട്ട് ചെയ്യുവാണ്. ആ സമയത്ത് പറയാം, സത്യം പറ, എൻ്റെ വേദ എവിടെ എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നിൻ്റെ ഭാര്യ എവിടെയെന്ന് അറിയത്തില്ലെന്ന്, എൻ്റെ കയ്യിൽ അവൾ ഇതുവരെ ഞാൻ കണ്ടെത്തിയിട്ടില്ലെന്ന് പറയും. നോക്കിക്കോ, നീ സൂക്ഷിച്ചോ, നീ കാരണം വേദയ്ക്ക് എന്തെങ്കിലും അപകടം ഉണ്ടായിട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ശ്രീകാന്ത് പിന്നെ നീ ഭൂമി ജീവനം ഉണ്ടാകത്തില്ല. ഒരു തവണ ജയിലിൽ പോയി എനിക്കിനി ജയിലിൽ പോകാൻ പേടിയൊന്നുമില്ല, എൻ്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചെന്ന് അറിഞ്ഞാൽ നിന്നെ ഞാൻ പച്ചയ്ക്ക് കത്തിക്കുമെന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ടാണ് വിക്രം അവിടുന്ന് ഇറങ്ങാൻ നിൽക്കുന്നത്. ആ സമയത്ത് ജഡ്ജി സാർ പറയും, മോനെ ഡാ, ഞാൻ നിന്നെ ഇറക്കാൻ ഒരുപാട് ശ്രമിച്ചാണ്, പക്ഷേ നീ കോടതി കയറി ഒരിക്കലും
നിനക്ക് അനുകൂലമായിട്ടല്ല സംസാരിച്ചതെന്നൊക്കെ പറയും. സാരമില്ല അച്ഛാ, എന്തായാലും അനുഭവിക്കണതൊക്കെ അനുഭവിച്ചല്ലേ പറ്റത്തുള്ളൂ. എനിക്കിപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ എൻ്റെ വേദയെക്കുറിച്ച് ആലോചിച്ചാൽ അവൾക്കൊരാപത്തും വരില്ലെന്ന് മാത്രമേ ഇപ്പോൾ എൻ്റെ പ്രാർത്ഥനയിലുള്ളതെന്ന് പറയും. അവൾക്കൊരാപത്തും വരുത്തില്ല മോനെ, അവൾ എവിടെയെങ്കിലും സുരക്ഷിതമായിട്ടിരിക്കും, അവൾ തിരിച്ചു വരും, നീ റിലീസായെന്ന് അറിഞ്ഞ ഉടനെ അവൾ തിരിച്ചു വരുമെന്ന് പറയും. ഇതൊക്കെ ശ്രീകാന്ത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പുറത്ത് വന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അവളെ കൊല്ലണം. കാരണം എന്ന് വെച്ചാൽ വേദ ജീവിച്ചിരുന്ന് കഴിഞ്ഞാൽ ആ കമ്പനിയുടെ അവകാശമൊക്കെ വേദയ്ക്ക് ചെന്ന് ചേരും. വേദയ്ക്ക് പിറക്കാൻ പോകുന്ന കുട്ടികൾക്കുമാണ് അതിൻ്റെ പിന്തുടർച്ച അവകാശം എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ വിക്രവും അതിൻ്റെ ഒരു ഷെയർ കിട്ടും. ഒരിക്കലും ശ്രീകാന്തിന് അത് കിട്ടത്തില്ല. ശ്രീകാന്ത് ഇത്രയും നാൾ നോക്കി നടത്തി ഒരു കെയർടേക്കർ മാത്രമായി പോകും അവിടെ. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് വേദയാണ്. വേദ 6 വർഷം വിക്രം ജയിലായിരുന്ന ആ സമയം കൊണ്ട് തന്നെ വേദയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. വേദ അന്ന് ട്രെയിനിൽ നിന്ന് നേരെ ട്രെയിൻ കയറി വരുന്നത് മറ്റൊരു സ്ഥലത്താണ്. അവിടെ ഡോക്ടർ ഇഷിതയുടെ സഹായത്തോടു കൂടി തുടർന്ന് വേദ അവിടെ ഒരു ഹോസ്പിറ്റലിൽ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുന്നു. അതിനുശേഷം വേദ ഉപരിപഠനത്തിന് വിധേയമാകുന്നു. അങ്ങനെ വേദ IPS എടുക്കുകയാണ്. അങ്ങനെ വേദ ഒരു കളക്ടർ ആകുന്നുണ്ട്. അങ്ങനെ വേദ IAS എന്ന ഒരു പദവിയിലോട്ട് വേദ എത്തിച്ചേരുകയാണ്. വേദ ഇപ്പം മോളും വേദയായിട്ട് താമസിക്കുന്നത് ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശിലെ ഒരു കളക്ടറായിട്ടാണ് വേദ ജോലി ചെയ്യുന്നത്. നല്ല മിടിക്കാരും മോളാണ്. മോള് സ്കൂളിലൊക്കെ പോകുന്നുണ്ട്. വേദ ജോലിക്കും മോള് സ്കൂളിലും പോകുന്ന കാരണം വീട്ടുകാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഒരു സെർവൻറ്റിന് ഏർപ്പാടായിരുന്നു. സെർവൻറ്റ് മാത്രമല്ല, കുഞ്ഞിനെ നോക്കുന്ന ഒരു ആയയും കൂടിയാണ് ആ അമ്മ. അങ്ങനെ മോള് നല്ല മിടിക്കും അല്പം കുസൃതി കൊടുക്കുകയാണ്. അങ്ങനെ മോള് സ്കൂളിൽ പോകുന്നുണ്ട്. സ്കൂളിൽ പോകുമ്പോൾ ചില കുട്ടികളെ മോൾ ഉപദ്രവിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കുട്ടിയുടെ പേരൻസ് പരാതിയായിട്ട് വീട്ടിൽ വരുന്നുണ്ട്. അത് വേദയുടെ മകളാണെന്നറിയാം, കളക്ടറുടെ മകളാണെന്നറിയാം. പക്ഷേ എങ്കിലും അവൾ ചെറിയ കുരുത്തക്കേട് കാണിച്ചതുകൊണ്ട് തന്നെ വീട്ടിൽ വന്ന് അവൾ പോകുന്ന സ്കൂളിലെ ടീച്ചർമാർ പരാതിയായിട്ട് വരികയാണ്. എന്താണെന്ന് ചോദിക്കാൻ പറയും. മോള് ഇന്ന് സ്കൂളിൽ വന്നൊരു കുട്ടിയെ ഉപദ്രവിച്ചെന്ന് പറയും. അവളെ അടിക്കുകയും പിച്ചുകയൊക്കെ ചെയ്തതെന്ന് പറയും. എന്താ കാര്യം എന്ന് ചോദിക്കും. അത് അവൾക്കേ അറിയത്തോളം എന്ന് പറയും. അങ്ങനെ ആ കുട്ടിയുടെ പേരൻസ് ഞങ്ങളിപ്പോഴും വേദ മേഡത്തിൻ്റെ മകളായതുകൊണ്ട് ഞങ്ങൾ പരാതിയൊന്നും നൽകാതെ ഇപ്പോൾ 2ാം തവണയാണ് അവൾ എൻ്റെ മോളെ ആക്രമിക്കുന്നതൊക്കെ പറയും. ഇപ്പം മേഡം ഇവിടെ സ്ഥലത്തില്ല, ജോലിക്ക് പോയി, അങ്ങനെ വരുമ്പോൾ ഞാൻ പറയാമെന്നൊക്കെ പറയും. അതിനുശേഷം ചോദിക്കും എന്താ മോളെ എന്താ സംഭവിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ മോളെടുത്ത് ആയ ചോദിക്കുകയാണ്. എന്നിട്ട് കരയുവാണ് മോള് കാര്യം പറ, അമ്മ വരുന്നതിന് മുമ്പ് സത്യം എന്താണെന്ന് വെച്ചാൽ ആയോട് പറയാൻ പറയും. അത് അവിടെ ചിലപ്പോൾ എന്നെ എല്ലാവരും കളിയാക്കുന്നു, ഞാൻ അച്ഛനില്ലാത്ത കുട്ടിയാണെന്നാണ് പറയുന്നത്. എൻ്റെ എല്ലാ പേരൻസ് മീറ്റിങ്ങിനും എൻ്റെ അമ്മ മാത്രമാണ് വരുന്നത്. ആൻറ്റി, ഞാൻ അച്ഛനില്ലാത്ത കുട്ടിയാണോ, എൻ്റെ അച്ഛൻ ജീവിച്ചിരിപ്പില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ എല്ലാവരും കളിയാക്കും എന്നൊക്കെ പറഞ്ഞ് കുട്ടി ഒരുപാട് കരയുകയാണ്. അതൊക്കെ ആയിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കും. കാരണം ജനിച്ചതിൽ പിന്നെ ആ കുട്ടി അച്ഛൻ്റെ സ്നേഹം അറിഞ്ഞിട്ടില്ല, അച്ഛനെ കണ്ടിട്ടില്ല, ഫോട്ടോ പോലും വേദ കാണിച്ചിട്ടില്ല. ആ സമയത്ത് വേദ വരുന്നുണ്ട്. അങ്ങനെ വേദയ്ക്കും കംപ്ലയിൻറ്റ് കിട്ടും. 1-2 തവണയായി മോളെക്കുറിച്ച് ചെറിയ പരാതികളൊക്കെ കിട്ടുന്നത്. അങ്ങനെ ദേഷ്യപ്പെട്ടാണ് വേദ അങ്ങോട്ട് വരുന്നത്. വേദ ചോദിക്കും അവളെവിടെ നിന്ന് ചോദിക്കും. അത് മോളകത്തുണ്ട്, അവളെ തല്ലാനാണോ പോകുന്നതെന്ന് ചോദിക്കും. പിന്നെ അവൾ കാണിച്ചത് ഒരു കുട്ടിയെ ഇത്ര മൃഗീയമായിട്ടാണ് ഉപദ്രവിക്കുന്നതൊക്കെ ചോദിക്കും. അവൾ അങ്ങനെയും ചെയ്തില്ല, ചെറുതായിട്ട് 2 അടിച്ചതും പിച്ചതും കുട്ടികളൊക്കെ ആകുമ്പോൾ അങ്ങനെ പരസ്പരം തല്ലുകൂടാനാണോ അവളെ ഞാൻ സ്കൂളിലയക്കുന്നതൊക്കെ ചോദിക്കും. അവളെന്താ വലിയ ചട്ടമ്പി ആവാനാണോ പോകുന്നതെന്നൊക്കെ ചോദിക്കും. മോളെ അത് അവളെ ദേഷ്യം ചെയ്തതല്ല, അവളെ സ്കൂളിൽ ചെല്ലുമ്പോൾ എല്ലാവരും അവളെ കളിയാക്കുന്നു. എന്തിന്? അത് അവൾക്ക് അച്ഛനില്ലാത്ത കുട്ടിയാണ്, അവളെ പേരൻസ് മീറ്റിംഗ് ചെല്ലുമ്പോൾ അവളെ അമ്മ മാത്രമേ ചെല്ലുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു. കുട്ടിയുടെ സംശയം ന്യായമല്ലേ, ഇതുവരെയും കുട്ടിയുടെ അച്ഛനെ കണ്ടിട്ടില്ല എന്നൊക്കെ പറയും. ആ സമയത്ത് വേദ മറ്റൊരു കേസും പ്രശ്നമായിട്ടാണ് വീട്ടിലോട്ട് വരുന്നത്. മോളുടെ മുഖത്ത് എന്താ നല്ല വിഷമം. അത് എനിക്ക് ട്രാൻസ്ഫർ ആയേക്കൊന്നു, എവിടേക്ക്, കേരളത്തിലോട്ട്. ഉടനെ ആയ പറയും അത് നല്ല കാര്യമല്ലേ മോള് ജനിച്ചുള്ള നാട്ടിലോട്ടല്ലേ മോക്ക്. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത നാടാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ സംഭവിച്ചൊരു നാടാണ്. എനിക്ക് ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്തൊരു നാട്ടിലോട്ടാണ് ഞാൻ പോകുന്നത്. മോൾ എന്തായാലും പോകണം. മോൾ പോയി കഴിഞ്ഞാൽ മോളുടെ ബന്ധുക്കളെയും അച്ഛനെയും അമ്മയും മോളുടെ ഭർത്താവിനെ എല്ലാം കാണാൻ പറ്റും. മോളുടെ സങ്കടങ്ങൾ മാറും. മോൾക്ക് മോളുടെ അച്ഛനെ കാണാം. ഇപ്പോൾ ഇങ്ങനെ ഒരു അവസരം വന്ന് എന്തുകൊണ്ടും നന്നായി. ഇപ്പോൾ ഒരു മാറ്റം മോൾക്ക് ആവശ്യമാണ് എന്ന് പറയും. മോൾ ചെന്ന് കുഞ്ഞിനെ കാണുക. അവൾ വല്ലാതെ പേടിച്ചിരിക്കുക. അങ്ങനെ വിളിക്കുമ്പം കുഞ്ഞ് വരുത്തില്ല, പേടിച്ച് മമ്മി അടിക്കുമെന്ന് കരുതി ഉടനെ മോളെ വിളിക്കും. ഉടനെ പറയും മമ്മി വേണ്ട, മോളൊന്നും പറയണ്ട, എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി, ഞാനിനി ആ സ്കൂളിൽ പഠിക്കാൻ പോകുന്നില്ല മമ്മി, എല്ലാവരും എന്നെ കളിയാക്കുമെന്ന് പറയും. മോളിനി ഞാൻ സ്കൂളിൽ പോകണം. അപ്പോൾ എന്നെ വേറെ സ്കൂളിൽ ചേർക്കും. മോൾക്ക് നമ്മളിനി വേറെ സ്ഥലത്തോട്ടാണ് താമസിക്കാൻ പോകുന്നത്, കേരളത്തിലോട്ടാണെന്ന് പറയും. കേരളത്തിലോട്ടോ? കേരളം എനിക്ക് ഒരുപാട് ഇഷ്ടം അമ്മയെന്ന് പറയും. നമ്മളിനി അങ്ങോട്ടാണ് താമസിക്കാൻ പോകുന്നത്. അപ്പോൾ മോളുടെ എല്ലാ സംശയത്തിനുള്ള ഉത്തരം അമ്മ തരുമെന്ന് പറയും. ഇനി മോളെ ആരും കളിയാക്കത്തില്ലെന്ന് പറയും. എൻ്റെ മോൾ അച്ഛനില്ലാത്ത കുട്ടിയല്ല, എൻ്റെ മോൾക്ക് അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ടെന്നൊക്കെ പറയും. അങ്ങനെ വേദ മോളെ ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ അതൊക്കെയാണ് നമ്മളിനി വരാൻ പോകുന്ന സീസൺ 2 കാണാൻ പോകുന്ന കഥകൾ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.